ഹായ് ഫ്രണ്ട്സ്, ഒരു ഇൻഷുറൻസ് എന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയും ഒരു ഇൻഷുറൻസ് വ്യക്തിയും തമ്മിലുള്ള നിയമപരമായ കരാറാണ്. ഒരു കാർ, വീട്, ഹെൽത്ത് എന്നിവയ്ക്കായി ഒരു പുതിയ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് വളരെ സാധാരണമാണ്. മിക്ക ആളുകളും അവരുടെ ഇൻഷുറൻസ് കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാറില്ല. പക്ഷേ ഒരു ക്ലെയിം ഉണ്ടായാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കരാറിന്റെ പ്രിൻസിപ്പിൾസ് അഥവാ തത്വങ്ങൾ നിങ്ങളുടെ നഷ്ടത്തിന് എങ്ങനെ പരിഹാരം നൽകണമെന്ന് തീരുമാനിക്കുന്നു. ഒരു ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 7 പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 18 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ഇൻഫോർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ രഹസ്യം അഥവാ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ്, ഉബ്രിമ ഫൈറ്റ്സ്, ഏറ്റവും നല്ല വിശ്വാസം. ഏറ്റവും നല്ല വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് തത്വമായി കണക്കാക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി ഒരു ഇൻഷുറൻസ് കരാറിൽ ഏർപ്പെടുന്ന 2 കക്ഷികളും പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കണമെന്ന് ഈ പ്രിൻസിപ്പിൾ പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2 കക്ഷികളും പരസ്പരം ബഹുമാനിക്കണം എന്നർത്ഥം. ഉദാഹരണത്തിന്, ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച ഒരു പോളിസി ഹോൾഡർ ആ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതാണ്. ഒരു പോളിസി ഉടമയ്ക്ക് മെഡിക്കൽ റെക്കോർഡ്സ്, അപകടങ്ങൾ, പുകവലി, മദ്യപാനം എന്നിവയുടെ ചരിത്രം സംബന്ധിച്ചുള്ള തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നതല്ല. ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി ഹോൾഡർ നൽകിയ വിവരങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അവരുടെ ഏതൊരു ക്ലെയിമും നിരസിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ രഹസ്യം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. പോളിസി ഹോൾഡർ ഇൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോളിസി ഹോൾഡർക്ക് സാമ്പത്തിക നഷ്ടം എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്നദാതാവ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ഇൻഷുർ ചെയ്യാവുന്നതാണ്. കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നതാണ്. മറിച്ച് നിങ്ങളുടെ അയൽവക്കക്കാരന്റെ കാർ ഇൻഷുർ ചെയ്യാനോ അതുമൂലം സാമ്പത്തിക ലാഭം നേടാനോ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല എന്നർത്ഥം. മൂന്നാമത്തെ രഹസ്യം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, നഷ്ടപരിഹാരം. ഒരു ഇൻഷുറൻസ് കരാർ ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ലെന്ന് ഈ തത്വം വിശദീകരിക്കുന്നു. ഒരു വാഹനാപകടം, ഹോസ്പിറ്റൽ അഡ്മിഷൻ തുടങ്ങിയ അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിന്ന് ഒരു പോളിസി ഉടമയ്ക്കുണ്ടായ യഥാർത്ഥ നഷ്ടം പരിഹരിക്കുക എന്നതാണ് ഇൻഷുറൻസിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കാർ 5 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കാറിന്റെ കേടുപാടുകൾക്ക് ചെലവായത് 2 ലക്ഷം രൂപ മാത്രമാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിമായി നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2 ലക്ഷം രൂപ മാത്രമായിരിക്കും. അല്ലാതെ ഇൻഷുർ ചെയ്ത മുഴുവൻ തുകയും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. നാലാമത്തെ രഹസ്യം, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഒരേ ഇനത്തിൽ ഒന്നിലധികം പോളിസി ഉണ്ടെങ്കിൽ അതിൽ ഓരോ പോളിസിയും അവരവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിന് 2 ഫയർ ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കമ്പനിയിൽ നിന്ന് 5 ലക്ഷം രൂപയ്ക്കും മറ്റൊരു കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്കും. നിങ്ങൾക്ക് 7 ലക്ഷം രൂപയുടെ ഒരു നാശനഷ്ടം ഉണ്ടായാൽ ഈ 2 ഇൻഷുറൻസ് കമ്പനികളും അവരുടെ പ്രീമിയം കോൺട്രിബ്യൂഷന് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. അഞ്ചാമത്തെ രഹസ്യം, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ഓട്ടോ മോട്ടോർ സൈക്കിൾ അപകടങ്ങൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ തത്വം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വാഹനം മൊത്തത്തിൽ നശിക്കപ്പെടുകയോ ലോസ് ആകുകയോ ചെയ്താൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും നിങ്ങൾ ഇൻഷുർ ചെയ്ത വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഈ തത്വം. ഉദാഹരണത്തിന്, ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽ നിങ്ങളുടെ ബൈക്കിന് ഉപയോഗിക്കാനാകാത്ത വിധം കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് മുഴുവൻ ക്ലെയിം തരികയും ബൈക്കിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും ചെയ്യും. ഇതുമൂലം നിങ്ങൾക്ക് ബൈക്കിന്റെ ഭാഗങ്ങൾ സ്ക്രാപ്പ് ചെയ്യാനോ വിൽക്കാനോ സാധിക്കുന്നതല്ല. ആറാമത്തെ രഹസ്യം, പ്രിൻസിപ്പിൾ ഓഫ് ലോസ് മിനിമൈസേഷൻ. ഇൻഷുറൻസ് കരാറുകളിൽ ഏറ്റവും നല്ല വിശ്വാസം ഉറപ്പാക്കുന്നതിന് ഈ തത്വം വളരെ പ്രധാനമാണ്. അതായത് ഇൻഷുർ ചെയ്ത വ്യക്തി അവരുടെ നഷ്ടം കുറയ്ക്കാനും നിയന്ത്രിക്കാനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം എന്നർത്ഥം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫാക്ടറിയിലോ ഓഫീസിലോ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന കാരണത്താൽ അത് കത്താൻ അനുവദിക്കുകയും തീയണയ്ക്കാൻ നടപടി ഒന്നും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാൻ പാടില്ല. പകരം അഗ്നിസേനയെ വിളിച്ചോ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തോ തീ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ക്ലെയിം ലഭിക്കുമെന്ന വിശ്വാസത്താൽ നാശനഷ്ടം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ
നിങ്ങളുടെ ക്ലെയിം നിരസിക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിക്കുന്നതാണ്. ഏഴാമത്തെ രഹസ്യം പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി കോസ്. പരിക്കുകളും ഇൻഷുർ ചെയ്ത വസ്തുക്കളുടെ നഷ്ടവും ഒന്നിലധികം കാരണങ്ങളാൽ ഉണ്ടാകാം. ഒരു അപകടത്തിന് നിരവധി കാരണങ്ങൾ ഉള്ള സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ വാഹന ഇൻഷുറൻസിൽ ആക്സിഡന്റുകൾ കവർ ചെയ്യും, പക്ഷെ വെള്ളം മൂലമുള്ള ഡാമേജുകൾ പരിരക്ഷ ചെയ്യില്ല എന്ന് പരിഗണിക്കുക. നിങ്ങളുടെ കാർ അപകടത്തിന് ശേഷം ഒരു തടാകത്തിലേക്ക് വീഴുകയാണെങ്കിൽ അപകട കാരണം ഇൻഷുറൻസ് കമ്പനി തീരുമാനിക്കണം. ആക്സിഡന്റ് ആണ് ഏറ്റവും അടുത്ത കാരണം എന്ന് ഇൻഷുറൻസ് കമ്പനി നിർണയിച്ചാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയും, മറിച്ച് വെള്ളം കയറി ഡാമേജ് ആണെന്ന് ഇൻഷുറൻസ് കമ്പനി നിർണയിച്ചാൽ നിങ്ങളുടെ ക്ലെയിം നിരസിക്കുകയും ചെയ്യും. ഇൻഷുറൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 7 പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അഥവാ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്കറിയേണ്ട കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ: ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ കറക്റ്റ് ഇൻഫോർമേഷൻസ് അറ്റ് കറക്റ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ. ആക്സിഡന്റ് ആണ് ഏറ്റവും അടുത്ത കാരണം എന്ന് ആക്സിഡന്റുകൾ പരിരക്ഷിക്കും, പക്ഷെ വെള്ളം മൂലമുണ്ടാകുന്ന ഡാമേജുകൾ കവർ ചെയ്യും. നാശനഷ്ടം. രണ്ടാമത്തെ രഹസ്യം ഇൻഷുറൻസ്. നിങ്ങളുടെ വാഹനം മൊത്തത്തിൽ നശിക്കപ്പെടുകയോ ലോസ് ആകുകയോ ചെയ്താൽ